ഹലോ ഗൈസ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്രവിളവിലേക്ക് സ്വാഗതം കേട്ടോ. 2 ദിവസമായിട്ട് ലോങ് വീഡിയോ ഇട്ടില്ല കേട്ടോ. സുഖമില്ലായിരുന്നു, പനിയായിരുന്നു. മോളുടെ പനി കഴിഞ്ഞപ്പോൾ എനിക്കും മോനും പനി. മോൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷേ ഞാൻ കിടപ്പിലായിപ്പോയി കേട്ടോ. ഭയങ്കരമായിട്ട് തലവേദനയും ബോഡി പെയിനും എണീക്കാൻ വയ്യാത്ത സ്ഥിതിയായിപ്പോയി. അപ്പോൾ 2 ദിവസം ലോങ് വീഡിയോ ഇട്ടില്ല. ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടില്ല. മോൻ ഇന്ന് അവധിയാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് വയ്യാത്തുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയാണ് ഇവനുണ്ടൊരു സ്വഭാവമുണ്ട് കേട്ടോ. വേറെ ആരുടെ കയ്യിൽ നിന്ന് കഴിക്കില്ല. ഡാഡിയൊക്കെ കൊടുക്കാൻ നോക്കിയിട്ട് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അത് കാരണം എങ്ങനെയൊക്കെയോ ഞാനൊന്ന് എണീറ്റ് ഇവന് ഭക്ഷണം കൊടുക്കാൻ എണീക്കുന്ന കേട്ടോ. തല വേദനിച്ചിട്ട് വയ്യ, കണ്ണ് കാണാൻ വയ്യ. പക്ഷെ എന്നാലും ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ഇരുന്ന് കൊടുക്കും, എന്നിട്ട് കിടക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തീരെ വയ്യ. ഇന്ന് ഒരുവിധം പനി, മറ്റേ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു കേട്ടോ. എൻ്റെ മോനും ഹസ്ബൻഡൊക്കെ ഐസ് ക്യൂബും തുണിയൊക്കെ നെറ്റിയിൽ വെച്ച് അങ്ങനെയൊക്കെ കുറഞ്ഞു കേട്ടോ. പിന്നെ ഡോക്ടറിൻ്റെ വീട്ടിലാണ് പോയത്. ഞായറാഴ്ച ഇവിടെ ഡോക്ടേഴ്സൊന്നും ഇല്ല ക്ലിനിക്കിലൊന്നും. ഡോക്ടറിൻ്റെ വീട്ടിൽ പോയാൽ കാണിച്ച്. പിന്നെ പനി കുറവില്ലാത്തതുകൊണ്ട് ഡോക്ടറൊന്ന് വേറൊരു മരുന്ന് എഴുതി തന്നു. ആ മരുന്ന് ആൻറ്റിബയോട്ടിക്. അപ്പോൾ വേറെ ഒന്നുമല്ല, തല വിയർത്തിട്ടാണ് ഈ പനി വരുന്നത്. തൊണ്ടയ്ക്കൊക്കെ കഫവും ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയാണ്. അപ്പോൾ മോളുടെ പനി കഴിഞ്ഞപ്പോൾ എനിക്കും മോനും വന്നു. മോനെ കുറഞ്ഞു കേട്ടോ, പക്ഷേ ഞാനാ കിടപ്പിലായിപ്പോയത്. അപ്പോൾ മോൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ഞാനിന്ന് എണീറ്റപ്പോൾ അവൻ്റെ സന്തോഷം കാരണം അവനറിയാം കേട്ടോ. അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനിന്ന് എണീറ്റപ്പോഴേ അവന് ഒത്തിരി സന്തോഷം, ഭയങ്കര സന്തോഷം. ചാടണം. ഇന്നും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ തൊട്ട് ജോലികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. കാരണം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ 2 ദിവസമായി. എനിക്ക് വേണ്ടി മോൻ ഇന്ന് അവധിയെടുത്തു. ഇന്നലെ ഹസ്ബൻഡൊക്കെ അവധിയായിരുന്നു. ഇന്ന് ബയ്യറുള്ളതുകൊണ്ട് ഹസ്ബൻഡിന് പോകണം. അപ്പോൾ പോയി, അതുകൊണ്ട് മോൻ അവധിയെടുത്തു. മോൻ 2-3 ദിവസം അവധി തന്നെയാണ്. മോളുടെ ശരീരം ശരിയായിട്ടില്ല കേട്ടോ. ജലദോഷം, കോൾഡ്, ബോഡി തലവേദന. അയ്യോ, തലവേദന കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല, കണ്ണും തുറക്കാൻ പറ്റുന്നില്ല. ഇന്ന് 2 ദിവസം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ കഴിച്ചിട്ട് ഭയങ്കര ഛർദിലുമായിരുന്നു. അയ്യോ, ഒന്നും പറയണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റും ഇല്ല, വായൊക്കെ കയ്പും ഒക്കെ ആയിരുന്നു. പനിയൊക്കെ കുറവുണ്ട്, തലവേദന കുറവുണ്ട്, എല്ലാം കുറവുണ്ട്. ഇന്നൊന്ന് എണീറ്റു നല്ലവണ്ണം തലയൊക്കെ ഇങ്ങോട്ട് കുളിച്ചു, ഫ്രഷായി. ഇന്നലെയും വയ്യെങ്കിലും കുളിച്ചു കേട്ടോ. കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് 2 നേരം പച്ചവെള്ളത്തിൽ കുളിക്കണമെന്ന്. വയ്യെങ്കിലും 2 നേരം പച്ചവെള്ളത്തിൽ കുളിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ഇന്നലെയും തീരെ വയ്യെങ്കിലും എണീറ്റ് നിൽക്കാൻ വയ്യെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞു പച്ചവെള്ളത്തിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. മോനോടെ ഡാഡി പോകാൻ നേരത്ത് പറഞ്ഞിട്ട് പോയി ഫ്രണ്ട്സ്, മമ്മിക്ക് വയ്യ, നോക്കിക്കൊള്ളണേന്ന്. അതുകൊണ്ട് എന്നെ വിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല കേട്ടോ. മോൻ എൻ്റെ കൂടെ തന്നെ, ഞാൻ എവിടെ ഇരിക്കണോ അവിടെ തന്നെ കേട്ടോ. ഞാൻ വയ്യാതെ കട്ടിലിൽ കിടക്കുമ്പോഴേ എൻ്റെ താഴെ വന്ന് കിടക്കും കേട്ടോ. ഭയങ്കര സ്നേഹം കേട്ടോ. സത്യമായിട്ടും പറഞ്ഞാൽ എണീറ്റിരുന്ന് വർത്താനം പറയാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം. ഇന്നും കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ തൊട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യാം. 2 ദിവസമായിട്ട് മോനാണ് ഭക്ഷണം വെക്കുന്നത് ഒക്കെ കേട്ടോ. ഇന്നലെ മൊത്തം മോനാണ് ഫുഡ് ഉണ്ടാക്കിയത്. ഹസ്ബൻഡാണ് ചായയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അവൻ എൻ്റെ പിറകെ ഇവിടെ വന്നിരുന്നു.
അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് എല്ലാവരും ഒന്ന് 2 ദിവസമായിട്ട് എന്താ മോനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കട്ടോ. അതുകൊണ്ടൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എൻ്റെ ശരീരമൊക്കെ ഇന്നൊന്ന് സ്വസ്ഥമായിട്ട് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബായ്. ആരോ വന്നു, അവൻ നോക്കുന്നു കേട്ടോ. ആരോ ഗേറ്റ് തുറന്നു, അതാണ് ഈ നോക്കുന്നത്. ആരാ പൊന്ന? ആരോ ഗേറ്റ് തുറന്നു കേട്ടോ, അതാ ഈ നോക്കുന്നത് കണ്ടോ. അപ്പുറത്തെ ലേബർ മേസ്തിരി ആയിരിക്കും. ബാ നമ്മളവിടെ അല്ല പൊന്ന. ബാ അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബായ്. ഓക്കേ.